ഇപ്പോൾ നടൻ പ്രേംകുമാർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. സമയത്ത് ആണ് എനിക്ക് അങ്ങനെ ഒരു നിയമനം വന്നത്. 2022-ലാണ്. ഞാൻ കോളേജ് കാലത്ത് എന്ന് പറയുമ്പോൾ ഒരു 35 വർഷം മുമ്പ് ഈ ഒരു KSU പാനലിലൊക്കെ മത്സരിച്ച ആൾ. പക്ഷെ പിന്നീട് PA ബക്കറിൻ്റെ സഖാവ് P കൃഷ്ണപിള്ള എന്ന സിനിമ ചെയ്തപ്പോൾ അങ്ങനെയാണ് സഖാവിൻ്റെ ജീവിതം അടുത്തറിയുന്നതും സഖാവിൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു വിശുദ്ധിയും ലാളിത്യവും അദ്ദേഹത്തിൻ്റെ വിപ്ലവവീര്യവും വിപ്ലവ പോരാട്ടവും സാധാരണ മനുഷ്യൻ്റെ പക്ഷത്ത് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു വിപ്ലവത്തിൻ്റെ ആ ഒരു വലിയൊരു തേജസ് എന്ന് പറയാം. അപ്പോൾ ആ ഒരു വ്യക്തിത്വത്തിൽ അതൊരു അഭിനയിച്ച കഥാപാത്രം അതെൻ്റെ നിലപാടുകളെയും അഭിപ്രായങ്ങളെയും ചിന്തകളെയും ഒക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ശരിക്കും കമ്മ്യൂണിസം എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ കമ്മ്യൂണിസത്തെക്കുറിച്ച് പഠിക്കുന്നു. അതൊരു വലിയ വിമോചന ഒരു ശാസ്ത്രമാണ് കമ്മ്യൂണിസം. എല്ലാ മനുഷ്യർക്കും ഒരു തുല്യത വിഭാവനം ചെയ്യുന്ന, എല്ലാ മനുഷ്യർക്കും നല്ലൊരു നാളെ വിഭാവനം ചെയ്യുന്ന, എല്ലാ മനുഷ്യരുടെയും ഒരു വിമോചനത്തിൻ്റെ, തൊഴിലാളി വർഗത്തിൻ്റെ, അധ്വാനിക്കുന്നവൻ്റെ, പാവപ്പെട്ടവൻ്റെ, ദരിദ്രൻ്റെ പക്ഷം നിൽക്കുന്ന, ജനങ്ങളുടെ പക്ഷം നിൽക്കുന്ന അങ്ങനെ ഒരു വലിയ പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രത്തോട് എനിക്കിന്നും ഇപ്പോഴും എപ്പോഴും അനുഭവമുണ്ട്. അതൊരിക്കലും എൻ്റെ മനസ്സിൽ നിന്നൊരിക്കലും മായാൻ പറ്റാത്ത ഒന്നാണ്. പക്ഷെ എന്ന് പറയുന്നത് ഞാൻ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളല്ല. അപ്പോൾ എൻ്റെ ആ ഒരു ഇടതുപക്ഷ ഒരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയങ്ങൾ ഉള്ളിലുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തന്നെ എൻ്റെ ചില ലേഖനങ്ങൾ അത് ഇന്ധന വില വർധനവിനെക്കുറിച്ച്, കർഷക സമരത്തെക്കുറിച്ച്, അതുപോലെ ഫാസിസത്തിന് എതിരെ ഇങ്ങനെയുള്ള ചില മനുഷ്യപക്ഷ നിലപാടുകളുമായിട്ടുള്ള ചില ലേഖനങ്ങൾ ചില പത്രമാധ്യമങ്ങളിൽ വന്നു. അത് ദേശാഭിമാനി ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ വന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് അതുപോലെ ഒരു P കൃഷ്ണപിള്ള ദിനത്തിന് ഒരു ഓഗസ്റ്റ് 19-ന് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജിൽ സഖാവ് എന്നെ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയത്തിലേക്ക് നയിച്ചു എന്ന് പറയുന്ന ഒരു ലേഖനം അത് ഞാൻ എഴുതുകയുണ്ടായി. അപ്പോൾ എൻ്റെ ഒരു നിലപാടുകളും ഒക്കെ അത് പ്രസ്ഥാനവുമായി ചേരുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് എൻ്റെ ഈ നിലപാടുകൾ, അഭിപ്രായങ്ങൾ, ഈ ശക്തമായ ചില പ്രതികരണങ്ങൾ ഇതൊക്കെ കണ്ടിട്ടാണ് സഖാവ് നമ്മുടെ കോടിയേരി സഖാവിനെ ഈ ഒരു പദവിയിലേക്ക് നിയമിച്ചത്. അതൊരു 2.5 വർഷക്കാലത്തോളം ഞാനത് നിർവഹിച്ചു. അപ്പോഴാണ് നമ്മുടെ മുൻ ചെയർമാൻ്റെ ആ ഒരു ചെറിയ ഒരു വിഷയത്തിൽ ബന്ധിച്ച് അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.